എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേരാണ് ഈ പരുമല സ്കൂളിലെ പിള്ളേർ. എന്താ കാര്യം എന്നറിയാമോ? ആ സ്കൂൾ വണ്ടി പോകുമ്പോൾ എവിടെയെങ്കിലും എൻ്റെ തല കണ്ട സാറേ എന്ന് വിളിക്കും. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കും. അപ്പോൾ എൻ്റെ സ്കൂളിലെ HM പറയടേ, നീ ഇവിടെ ഇലക്ഷൻ എന്നാ ജയിക്കും കേട്ടോ. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞ് ജയിക്കും, പക്ഷെ ഇതുങ്ങളൊക്കെ വലുതായി വരണം, എങ്കിലേ കാര്യമുള്ളൂ. നിങ്ങളുടെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയാമോ? നിങ്ങളുടെ സ്കൂളിൽ ഞാൻ ഒരു തവണയല്ലേ വന്നത്. എത്ര തവണ വന്നു? ഒരു പ്രാവശ്യം വന്നുള്ളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി. അതാണ് കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ ഗുണം. കൊച്ചുങ്ങളുടെ മുമ്പ് എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മൾ ഒരു തവണ ചെയ്താൽ, ചീത്തക്കാര്യവും അതുപോലെ തന്നെ ഒരു തവണ ചെയ്താൽ അവർക്ക് എല്ലാ കാലവും അത് ഓർമ്മയിലിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പെരുമാറാവും. സത്യത്തിൽ ഞാൻ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ക്ലാസ് എടുക്കേണ്ടി വരും എന്നൊരു ധാരണ ഞാൻ ആലോചിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? രക്ഷാകർത്താക്കളെ കൈവാക്കിന് കയ്യിൽ കിട്ടും 10 പറയാമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണോ, നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്ക് വേണ്ടി സംസാരിക്കണോ? നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചാൽ ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. രക്ഷാകർത്താക്കൾക്ക് വേണ്ടി സംസാരിച്ചാൽ 10 വഴക്കൂടി കൊടുക്കും. ഏത് വേണം? എന്നെ നല്ല സ്നേഹമുള്ള കുട്ടികൾ. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ ഈ പറഞ്ഞില്ലേ, ഈ കോമ്പയർ ചെയ്തതിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാനൊക്കെ ഈ പ്രായത്തിലായിരുന്ന സമയത്ത് സ്കൂളിൽ ഒരു പാട്ട് പാടാൻ വിളിച്ച് ഞാൻ ഓടി തള്ളിക്കളയും, പോവില്ല. പക്ഷെ നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം, സ്നേഹം, നിങ്ങളുടെ ഒരു ആത്മവിശ്വാസമൊക്കെ നിങ്ങളുടെ അധ്യാപകരുണ്ടാക്കി തന്നതാണ് അല്ലേ? സ്കൂളിൽ വരാൻ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രാവിലെ എഴുതിച്ചാൽ പള്ളിക്കൂടത്തിൽ പോകണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഒരു ദിവസം യൂണിഫോം ഇടാൻ മറന്ന ആ പ്രിൻസിപ്പൽ HM അങ്ങേരെക്കാളും വലിയ ചൂരലും കൊണ്ടുവരും എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പാവം മനുഷ്യനാണ് കേട്ടോ, ദേഷ്യമേ വരില്ല. ടീച്ചർമാർ പറയും ഒരു പകുതി ലീവ് ചോദിക്കണം, അപ്പോൾ കാണാം അല്ലേ? അതെന്തറിയാം? ആ ദേഷ്യം സ്നേഹത്തിൽ നിന്ന് വരുന്ന. ഇപ്പം എൻ്റെ സ്കൂളിലെ HM മിൻ ടീച്ചർ എന്തെങ്കിലും ദേഷ്യം വന്നാൽ ഓട്ടനെ 10 വഴക്കങ്ങ് പറയും. പക്ഷെ ആ നേരത്തെ ഉള്ളൂ. അത് എന്തിനാണ് പറഞ്ഞതെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും, ആണ് കാര്യം. രക്ഷാകർത്താക്കളോട് എനിക്ക് പറയാനുള്ളതാണ്, നിങ്ങൾ പിള്ളേരെ അടി കൊടുത്തോളൂ. ഒരെണ്ണമേ കൊടുക്കാവൂ. 6-5 പുറഞ്ഞ് എടുത്തിട്ട് അടിക്കരുത്. ഒരെണ്ണമേ കൊടുക്കാവൂ. പക്ഷെ ഈ എന്തിനാണ് അടിക്കുന്നതെന്ന് കുട്ടികൾക്ക് ബോധ്യപ്പെടുന്നത്. അത് വേണം. ഞാൻ നിങ്ങളുടെ പ്രായത്തിലായിരുന്നപ്പോൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിലൊരു വീട്ടിൽ നിന്ന് പേരയ്ക്ക മോഷ്ടിച്ച് തിന്നു കളഞ്ഞു. ഇത് അവർ കണ്ടു. അച്ഛൻ ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ, അച്ഛൻ സാധാരണ ഒരു ജോലിക്കാരനാണ്, ജോലിക്ക് പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു, എടാ നിന്റെ ഇവിടെ നിന്ന് 2 പേരയ്ക്ക അടിച്ചു മാറ്റി കൊണ്ടുപോയി കേട്ടോ എന്ന് പറഞ്ഞു. അച്ഛൻ ആ പേരയിൽ നിന്ന് ഒരു കമ്പ് ഓടിച്ചുകൊണ്ടാണ് വീട്ടിൽ വന്നത്. 4 അടി. ഒരടി അടിക്കാവൂന്ന് അറിഞ്ഞൂടാ, 4 റൗണ്ട് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നല്ലതെന്ന് കേൾക്കാൻ ഒരുപാട് സമയമെടുക്കും, എന്നാലും ആളുകൾ പുറത്ത് പറയൂല. പക്ഷെ ചീത്തയെന്ന് കേൾക്കാനും കള്ളനെന്ന് കേൾക്കാനും 1 നിമിഷം മതി. അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് ഓർമ്മിപ്പിച്ചു. വൈകുന്നേരം 7 മണിക്കാണ് ഈ അടി കിട്ടിയത്. 7:30 ആയപ്പോൾ ഊണ് കഴിക്കാൻ വേണ്ടി എന്നെ വിളിച്ചു. അമ്മ വിളിച്ച് ഞാൻ പോയില്ല. അമ്മ പറഞ്ഞു, നിങ്ങൾ പോയി വിളിക്കും എന്ന് പറഞ്ഞു. ഈ തിരുവനന്തപുരത്തൊക്കെ ഭർത്താവിനെ നിങ്ങൾ എന്ന് സംബോധന ചെയ്യാറ്, നിങ്ങൾ അത് ആദരസൂചകമായിട്ടാണ്. നിങ്ങൾ പോയി വിളിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വന്ന് വിളിച്ചൊന്നുമില്ല, എന്നെ തോളിലെടുത്തിട്ട് 4 ചാല് നടന്നിട്ട്, മക്കൾ ഇനി അങ്ങനെ ചെയ്യല്ലേ. മക്കൾ തെക്കേ കേരളത്തിൽ മക്കളെന്ന് സിംഗുലറായിട്ടാണ് ഉപയോഗിക്കുന്നത്, പ്ലൂറലായിട്ടല്ല. അപ്പോൾ മക്കൾ ഇനി അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. ഞാനൊരു പെൻസിൽ പോലും ഒരിടത്തുനിന്ന് എടുത്തിട്ടില്ല. പിന്നീട് ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിയുമ്പോൾ പോലും വേറൊരാളുടെ ഒരു വസ്തു ആഗ്രഹിച്ചിട്ടില്ല. ഇങ്ങോട്ട് വന്നതിനെ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. അത് ആ ഗുണം കൊണ്ടാണ്. വലിയ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊന്നും എൻ്റെ രക്ഷകർത്താക്കൾക്കില്ലായിരുന്നു, പക്ഷെ അവർക്കുണ്ടായിരുന്ന ഗുണം ജീവിത വിദ്യാഭ്യാസമായിരുന്നു. ഇപ്പം നമുക്ക് ഒരുപാട് ക്വാളിഫിക്കേഷനുള്ള രക്ഷാകർത്താക്കളുണ്ട്, പക്ഷെ അവർ 20 മിനിറ്റ് സമയം എങ്കിലും കുട്ടികളോട് വർത്തമാനം പറയാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഭ്യർത്ഥന. 20 മിനിറ്റ് സമയമെങ്കിലും നിങ്ങളുടെ പിള്ളേരോട് സംസാരിക്കും. അപ്പോഴവരുടെ ഉള്ളിൽ നിന്ന് അവരെല്ലാം പറയും നിങ്ങളോട്. വല്ലപ്പോഴും ഒരിക്കൽ കുട്ടികളെ ചേർത്ത് പിടിച്ച് അടുത്തിരുത്തി വർത്തമാനം പറഞ്ഞ് ശീലിക്കണം. അല്ല എപ്പോഴും രാവിലെ പഠിക്കാൻ പോണം എന്ന് പറയൂ.
അങ്ങനെ പറയരുത്. എപ്പോഴും പഠിച്ച ഭ്രാന്തായി പോവും കേട്ടോ. എപ്പോഴും പഠിക്കരുത്, ഭ്രാന്തായി പോവും. വല്ലപ്പോഴേ പഠിക്കാവൂ, പഠിക്കേണ്ട സമയത്തേ പഠിക്കാവൂ. അല്ലാത്തപ്പം കളിക്കണം, പാട്ട് പാടണം, ഡാൻസ് ചെയ്യണം, ഓടാൻ പോണം അല്ലേ? നേരത്തെ ഇവിടെ പിതാവ് പറഞ്ഞല്ലോ, ചില ആളൊക്കെ കായിക മേഖലയിലായിരിക്കും താല്പര്യം. ഇപ്പം എൻ്റെ സ്കൂളിലൊരു പയ്യനുണ്ട്, അവൻ പഠിക്കാൻ വലിയ മിടുക്കനൊന്നുമല്ല, പക്ഷെ അവൻ റെസ്ലിംഗിൽ മിടുക്കനാ. ആരെ കണ്ടാലും മലത്തി അടിച്ചോളൂ. എനിക്ക് പേടിയാണ് അവൻ്റെ അടുത്തോട്ട് പോകാൻ. വേറൊരു കുട്ടിയുണ്ട്, പഠിക്കാൻ ആവറേജാണ്, പക്ഷെ ഭയങ്കര ഓട്ടക്കാരിയാണ്. അവൾ ഏത് മുതലും ചാടി ഓടിക്കളയും. ആണ് പ്രത്യേകത. ഓരോരുത്തർക്കും ഓരോ മേഖലയുണ്ട്. ഇപ്പോൾ സിനിമ, നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായികയായ സുജാത കൊച്ചായിരുന്നപ്പോഴേ പാട്ട് പാടുന്ന ആളാണ്. യേശുദാസിൻ്റെ കൂടെ കൊച്ചിലേ പാടുന്ന ആളാണ്. യേശുദാസ് ഗുരുവായൂർ പാടാൻ പോയപ്പോൾ ഒരാൾ പറഞ്ഞു, ഈ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി ഒരു പാട്ട് പാടുമെന്ന് പറഞ്ഞു. അന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ സുജാത BA എക്കണോമിക്സിന് ചേർക്കണമെന്ന് പറഞ്ഞ് അവരുടെ അച്ഛൻ നിർബന്ധിച്ചു. അപ്പോൾ യേശുദാസ് പറഞ്ഞു, ഇവിടെ BA എക്കണോമിക്സിനൊന്നും വിടണ്ട, നിങ്ങൾ മ്യൂസിക് കോളേജിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. അത് പറ്റില്ല എന്ന് പറഞ്ഞു. പാട്ടൊന്നും പാടി ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവരെ BA എക്കണോമിക്സ് പഠിപ്പിച്ചു, MA എക്കണോമിക്സ് പഠിപ്പിച്ചു. എന്നിട്ട് ദാസാർ സുജാത മേഡത്തിനെ ആദരിക്കുന്ന പരിപാടിയിൽ സംസാരിക്കുക. ദാസാർ പറയണേ, അപ്പോൾ ഇപ്പോൾ സുജാതയാണ് ഇന്ത്യയിലെ എക്കണോമിക്സ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. ഏതാണോ ഈശ്വരൻ തീരുമാനിച്ചിരിക്കുന്ന വഴി, അതുവഴിയേ പോകൂ. MG രാധാകൃഷ്ണൻ പാട്ടുകാരനായി, ഓമനക്കുട്ടി ടീച്ചർ പാട്ടുകാരിയായി. അപ്പോൾ മലബാർ ഗോപാലൻ നായർ വിചാരിച്ച് മൂന്നാമത്തെ ചെറുക്കനെ കൊണ്ടുവന്ന് ബാങ്കിൽ പഠിപ്പിക്കാം, ബാങ്കിലാക്കാമെന്ന് വിചാരിച്ചു. MG ശ്രീകുമാറിനെ ബാങ്ക് കോച്ചിങ്ങിന് വിട്ടു. ടെസ്റ്റ് എഴുതി ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായി 3-ാം വർഷം രാജിവെച്ച് കളഞ്ഞു. ഇപ്പോൾ ഈ നേരത്തെയുള്ള രണ്ടുപേരെ പോലെ തന്നെ പ്രശസ്തനായി അദ്ദേഹവും മാറി. ഏത് മേഖലയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടത് എന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നൊരു സന്ദർഭം വരും. അത് ചിലപ്പോൾ പഠനത്തിൽ മാത്രമായിരിക്കില്ല. മാറി വാനിയസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു സഞ്ജു വി സാംസൺ. വല്ലപ്പോഴേ ക്ലാസ്സിൽ വരും, പക്ഷെ നല്ല ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ മോഹൻലാലിനെ അറിയാത്ത ആളുകൾ പോലും സഞ്ജു വി സാംസനെ അറിയാം. അത് നമ്മുടെ ഉള്ളിലെ പ്രതിഭ ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതിലിരിക്കും. ബൈബിളിൽ പറയുമല്ലോ, താലന്ത് എന്ന് പറയും. അത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. ഈ പള്ളിയിലെ ചുമർ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? പടം വരയ്ക്കുന്നവരുണ്ടോ ഇതിനകത്ത്? പടം വരയ്ക്കുന്നത് എന്താ പേര്? ശ്രേയസ് നന്നായിട്ട് പാടി കേട്ടോ. ശ്രേയസ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കീർത്തി എന്നാണ്, യശസ് എന്നാണ് കേട്ടോ. ശ്രേയസ്, ഒരുപാട് കീർത്തി കേൾക്കും. പടം വരയ്ക്കുന്ന വേറെ ആളുകളുണ്ട്, കൈ താഴ്ത്തി കേട്ടോ, കൊള്ളാം. പണ്ട് ഇതുപോലെ ഒരു ചെറുക്കൻ, അവൻ്റെ അച്ഛൻ ഈ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളായിരുന്നു. ചെറുതായിട്ട് പടവും വരയ്ക്കും. ഇപ്പോൾ കൊട്ടാരത്തിൽ, കൈ താഴ്ത്തി, കൊട്ടാരത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പണി നടക്കുന്നു. ഇവൻ അച്ഛൻ്റെ കൂടെ പോയി. അച്ഛനൂടെ പോയി ഇവൻ വിദ്യാഭ്യാസമൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കല്ല് വെറുതെ കിടക്കുന്നുണ്ട്, ഒരു മാർബിൾ കല്ല്. ഇവൻ ഇതിനകത്തിട്ട് കൊത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാജാവ് അതുവഴി പോയി. രാജാവ് ചോദിച്ചു, നീ എന്തോടെ അവിടെ ചെയ്യുന്നത്? രാവിലെ തുടങ്ങിയല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു മാലാഖയെ കൊത്തിയെടുക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് വെറും മാർബിൾ കല്ലല്ലേ, ഇതിനകത്ത് അവിടെ മാലാഖ എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് കാണാം മാലാഖ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് പറഞ്ഞു, ഇത്ര ധൈര്യപൂർവ്വം എന്നോട് സംസാരിക്കണമെങ്കിൽ ഇവൻ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ച് വൈകുന്നേരം വരെ രാജാവ് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതിസുന്ദരമായി ഇവനൊരു മാലാഖയെ കൊത്തിയെടുത്തു. രാജാവ് ഇവനെ തേരിൽ കയറ്റി ഇവൻ്റെ അച്ഛനോട് പറഞ്ഞു, ഞാൻ കൊണ്ടുപോവുകയാണ്, ഇവനെ പഠിപ്പിച്ചിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ആ കുട്ടിയാണ് മൈക്കലാഞ്ചലോ എന്ന പേരിൽ പ്രശസ്തനായത്. മൈക്കലാഞ്ചലോ ക്രിസ്തുവിൻ്റെ ചിത്രം വരച്ചതിനെക്കുറിച്ച് വയലാർ രാമവർമ്മ കൈത്തിരി കരിന്തിരി എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. വയലാറിൻ്റെ 50-ാം ചരമവാർഷികമാണ് ഇപ്പോൾ. വിശുദ്ധനായ സെബസ്ത്യാനോസ് എന്ന് പാട്ടെഴുതിയ വയലാറിൻ്റെ 50-ാം ചരമവാർഷികത്തിൽ കൈത്തിരി കരിന്തിരി എന്ന കവിത ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കവിത കേൾക്കാൻ ഇഷ്ടമുള്ളവർ ആരൊക്കെ ഉണ്ട്? കൈ താഴ്ത്തിയുണ്ട്, നല്ല പിള്ളേരാണ്. നോക്കാം. അത് ഈ വാദ്യംവരുടെ തൊണ്ടയാണ് ഏറ്റവും ആദ്യം അടിച്ചു പോകുന്നത് കേട്ടോ. വെള്ളാരം കല്ലിൽ തീർത്ത റോമിലെ
ഭദ്രാസന പള്ളി തൻ വർണ്ണത്തലപ്പാവുകൾ ഉയരുന്നു. വെള്ളാരം കല്ലിൽ തീർത്ത് റോമിലെ ഭദ്രാസന പള്ളി തൻ വർണ്ണത്തലപ്പാവുകൾ ഉയരുന്നു. കന്നിമേഘങ്ങൾ കയ്യിൽ ജപമാലയുമായി വന്നും അവയ്ക്കും കുംഭഗോപുരക്കുരിശിന്മേൽ കൽപ്പടവിന്മേൽ പള്ളി വെൺമാടച്ചിറകിന്മേൽ ശില്പികൾ ശിലാചിത്രമുദ്രകൾ നിർമ്മിക്കുന്നു. ചന്ദ്രകാന്തത്താൽ വിണ്ണിൽ അൾത്താര പണിയുന്ന ധന്യതേജസാം കാലം അരികത്തിരിക്കുന്നു. വിശ്വസംസ്കാരത്തിന്റെ കടിഞ്ഞൂൽ കുഞ്ഞിനാദ്യം പച്ചിലത്തൊട്ടിൽ തീർത്ത പുണ്യഭൂമിയിലൂടെ ബത്ലഹേമിലെ വാസ്തുശില്പിതൻ സൗമ്യോദാര ശബ്ദം കേട്ടുയർത്തെഴുന്നേറ്റ വീതിയിലൂടെ നടന്നു നടന്നു ഞാൻ ചെന്നിതാ ദേവാലയ നടയിൽ. നൂറ്റാണ്ടുകൾ കുർബാന കൈക്കൊള്ളുമ്പോൾ കൽക്കുരിശുകൾ കണ്ടു, കാൽവരിമല കണ്ടു, മുൾക്കിരീടങ്ങൾ കണ്ടു, മാലാഖമാരെ കണ്ടു. ബാറബാസിനെ, പീലാത്തോസിനെ, ജൂഡാസിനെ, മേരി മഗ്ദലനയെ, ക്ലാഡിയസിനെ കണ്ടു. നിത്യദുഃഖിതർക്കായി സ്വർഗങ്ങൾ തുറന്നിട്ട് ക്രിസ്തുദേവനെ മാത്രം കണ്ടില്ല പ്രപഞ്ചത്തിൽ. ചക്രവർത്തിതൻ ശബ്ദം മുഴങ്ങി വീണ്ടും കാതിൽ. മൈക്കലാഞ്ചലോ ചുവർ ചിത്രങ്ങൾ എഴുതണം. നന്ദി, ഞാൻ ആയുഷ്കാലം മുഴുവൻ വരച്ചാലും പിന്നെയും പള്ളിക്കകത്തെഴുതാപ്പുറം കാണും. ദിനരാത്രങ്ങൾ ചായത്തട്ടങ്ങൾ നീട്ടിത്തന്നു. ഋതുദേവതമാർ വന്നെൻ മുന്നിൽ നൃത്തം വച്ചു. ഗ്രീസിലെ പൗരാണിക റോമിലെ അനശ്വര ഭാസുര സങ്കൽപ്പങ്ങൾക്കന്നു ഞാൻ രൂപം നൽകി. ഇങ്ങനെ വരച്ച് 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 അവസാനം അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ക്രിസ്തുവിന്റെ ഉണ്ണി യേശുവിന്റെ രൂപം വരയ്ക്കാൻ വേണ്ടി അലഞ്ഞു നടന്നു. അലഞ്ഞു കിടന്ന് അവസാനം ഇറ്റലിയിൽ ചെന്നപ്പോൾ ഒരു പയ്യന്റെ രൂപം കിട്ടി. മുണ്ടകപ്പാടങ്ങൾക്കും അകലെ മുത്തണി വയലുകൾക്കപ്പുറത്തൊരു നാട്ടിൽ ഇറ്റലിയിൽ ഒരു കൊച്ചു മൺകുടിലിന്റെ മുറ്റത്ത് നിന്നു. ഞാനും കാലവും ഒന്നായി ചേർന്നു. അങ്ങനെ മലർച്ചിരി ചുണ്ടുകൾ ഇതളായി വിരിയുന്ന ഒരു കുട്ടിയെ കണ്ട് വരച്ചു. വർഷങ്ങൾക്ക് ശേഷം യൂദാസിന്റെ ചിത്രവും കൂടെ ഉണ്ടെങ്കിലേ ആ ചുവർ ചിത്രം മുഴുമിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ 25 കൊല്ലം കഴിഞ്ഞ് യൂദാസിന്റെ മാതൃക അന്വേഷിച്ച് നടക്കുകയാണ്. നടന്ന് അവസാനം ഒരു കാരാഗ്രഹത്തിലെത്തി. അപ്പോഴാണ് താടിയൊക്കെ വളർന്ന ഒരു ക്രൂരനായ ജ്വലിക്കുന്ന തീക്കനൽ കണ്ണുള്ള ഒരു മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ട ഉടനെ നില്ലടാ അവിടെ. ഇയാള് പെട്ടെന്ന് ഞെട്ടിപ്പോയി. നിന്നെ എനിക്കറിയാം, ഞാൻ കൊച്ചായിരുന്നപ്പോ എന്റെ മുഖാകൃതി മോഷ്ടിച്ച് പകർത്തിക്കൊണ്ട് പോയവനാണ് നീ. നിന്നെ കൂടെ കൊന്നേ ഞാൻ അടങ്ങൂ എന്ന് പറഞ്ഞ് ചാടുകയാണ്. അപ്പോഴാണ് മൈക്കലാഞ്ചലയുടെ ശബ്ദത്തിൽ വയലാർ രാമവർമ്മ പറയുന്നൊരു വാക്യമുണ്ട്. ഞെട്ടി ഞാൻ ദൈവത്തിൻ്റെ കൈക്കുടന്നയിൽ നിന്ന് പെറ്റുവീഴുന്നു യേശുദേവന്മാർ യുഗങ്ങളിൽ. അവരെ കൂടി യൂദാസാക്കി കൽത്തുറങ്കിങ്കൽ അടച്ചാലല്ലോ സംതൃപ്തനായി തീരൂ കാലം എന്നാണ്. ഏറ്റവും വലിയ ദർശനമാണത്. പെറ്റുവീഴുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ക്രിസ്തുവാണ്. കാലമാണ് അവരെ യൂദാസാക്കുന്നത്. മധുസൂദനൻ നായർ എന്ന കവി ആറ്റിൽ വിഷമെറിഞ്ഞ് മീൻ പിടിക്കുന്ന കുട്ടിയെ കണ്ടിട്ട് അമ്മ ചോദിക്കുന്നത് എഴുതിയിട്ടുണ്ട്. ആറ്റുനീരിൽ നഞ്ചെറിഞ്ഞ് മീൻ പിടിക്കുമ്പോൾ നീറ്റലുള്ളിലൊതുക്കിക്കൊണ്ടമ്മ ചോദിക്കും, കണ്ണനോ നീ വിഷം ചീറ്റും കാളിയപ്പാമ്പോ? ഉണ്ണിയായാൽ കണ്ണനെ പോലിരിക്കേയുള്ളൂ എന്നാണ് അമ്മമാരുടെ വിചാരം. ജനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ഈശ്വരന്മാരെ പോലെയാണ് എന്നാണ് വിചാരം.
ആ ഈശ്വരന്മാരെ ചെകുത്താനാക്കുന്നത് കാലമാണ്. അപ്പോൾ കാലത്തിൻ്റെ കറുപ്പുകളിലേക്ക് പോകാതെ കാലത്തിൻ്റെ വിശുദ്ധികളിലേക്ക് പോകാനാണ് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കേണ്ടത്. നേരത്തെ തോമസ് സാറ് പറഞ്ഞല്ലോ, എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നാണ് പ്രധാനമായിട്ടും പഠിപ്പിക്കേണ്ടത്. ഇംഗ്ലീഷും മലയാളവും കണക്കും സോഷ്യൽ സയൻസും മാത്രമല്ല, എങ്ങനെ സമൂഹത്തിൽ പെരുമാറണം എന്നാണ് ആദ്യം പഠിപ്പിക്കേണ്ടത്. അത് ഈ പ്രായത്തിലേ നടക്കുള്ളൂ. കുട്ടിക്ക് അക്ഷരം ഉറയ്ക്കുന്ന പ്രായത്തിലാണ് അറിവും ഉറയ്ക്കുന്നത്, അല്ലേ? ഉണ്ണിക്ക് 7 വയസ്സ് തികഞ്ഞു, കണ്ണും കാതും ഉറച്ചു കഴിഞ്ഞു എന്നാണ് ഇടശ്ശേരി എഴുതിയത്. നോട്ടവും കേൾവിയും ഉറയ്ക്കുന്ന പ്രായത്തിൽ അത് കൃത്യമായി പഠിപ്പിക്കണം. അതാണ് ഏറ്റവും വലിയ കാര്യം. അത് പഠിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായി മാറാൻ കഴിയും, ഏറ്റവും നല്ല വിദ്യാർത്ഥികളായി മാറാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ പഠിക്കുക എന്നുള്ളത് മാത്രമല്ല, സമൂഹത്തിൽ ജീവിക്കാൻ കൂടി എങ്ങനെ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ആണ് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങളുടെ സ്കൂളിൽ നിങ്ങൾ ക്ലാസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവച്ചല്ലേ കഴിക്കുന്നത്, അല്ലേ? അതാ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവന്ന് ഒറ്റയ്ക്ക് തിന്നു. അങ്ങനെ ഒറ്റയ്ക്ക് തിന്നുന്നവരെ എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ കൂടെ പഠിച്ച ചില ആളുകളൊക്കെ ഉണ്ട്, ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവരും. ഞാൻ വിചാരിക്കും ഇപ്പോൾ ഒരെണ്ണം തരൂല്ല, അങ്ങോട്ട് തിരിഞ്ഞിരുന്ന് ഒറ്റയ്ക്ക് തിന്നും. എന്നാൽ ഞാനിവിടെ തിങ്കളാഴ്ച വരുമ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരണത്. ഞാനിവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരും. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എനിക്ക് 2 പിള്ളേരെ കൂടെ ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ശരിയാവില്ല. ഇപ്പോഴും അതുവഴി പോണ പിള്ളേരൊക്കെ ഞാൻ വിളിച്ച് വരട്ടെ, നീ വാടാ, നീ രാവിലെ കാപ്പ് കുടിച്ചാ? കാപ്പ് കുടിച്ചു. എന്തോന്ന്? ബിസ്ക്കറ്റ് തന്നെ, നീ പട്ടിയ, വാടാ ഇങ്ങോട്ട്, വിളിച്ചോണ്ട് പോകും. അവിടെ ഇരുത്തി അവൻ ആഹാരം കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരും. ചില ആളുണ്ട്, ഞാൻ ബ്രെഡും ജാമും കഴിച്ചു, ഞാൻ ബ്രെഡ് അജീർണം വരൂടാ, വിളിച്ചോണ്ട് ഇഡലി സാമ്പാർ കൊടുക്കും, എന്നാൽ എനിക്ക് സമാധാനം വരൂ. അത് ഈ നൽകിക്കൊണ്ട് ഭുജിക്കുന്നതിൻ്റെ ഒരു ഗുണം എല്ലായിടത്തും പറയുന്നുണ്ട്. അതാണ് നീ ഉണ്ടില്ലെങ്കിലും അന്യനെ ഊട്ടുക എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് ഇന്ത്യൻ കൾച്ചറിലുണ്ട്. തേന തെക്തേന ഭുഞ്ചിത എന്ന് പറയും, നൽകിക്കൊണ്ട് ഭുജിക്കണം എന്ന് പറയും. എങ്കിലും അത് ശരീരത്തിൽ പിടിക്കുള്ളൂ. പിന്നെ എൻ്റെ ശരീരത്തിൽ പിടിക്കാതെ അത് മനസ്സിരിപ്പുണ്ടാകും, വേറെ ഒന്നും കൊണ്ടല്ല, നല്ല തിന്നുന്നുണ്ട്. അത് ഇവരെയൊക്കെ പോലെയാണെങ്കിൽ കഴിക്കുന്നതിൻ്റെ പ്രകാശം കാണും മുഖത്ത്, ഇല്ലേടാ? അല്ലേ? കഴിക്കുന്നതിൻ്റെ ഒരു പ്രകാശം മുഖത്ത് കാണും. നല്ലവരായതുകൊണ്ടാണ്. ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കും ഇത് കാണാത്തത്. മറ്റൊരു പ്രത്യേകത ഉള്ളതെന്നറിയാമോ? നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പടി കിട്ടാറുണ്ടോ? ഇല്ല. വീട്ടിൽ നിന്നോ? കിട്ടുമോ? ചിലപ്പോഴൊക്കെ. അപ്പൊ നിങ്ങൾക്ക് സങ്കടം തോന്നാറുണ്ടോ? ഇല്ല. എന്താ തോന്നാത്ത? നിങ്ങൾ കൂട്ടുകാരെ കളിയാക്കാറുണ്ടോ? ഉണ്ടോ? ഭീകരമായി കളിയാക്കും. ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. എന്താണെന്നറിയാമോ? ഞാനും എൻ്റെ അനിയനും കൂടെ ഈ നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കൂടെ കളിക്കാൻ വരുന്ന പയ്യന്മാരെ കുറിച്ച് കളിയാക്കും കേട്ടോ. കളിയാക്കുമ്പോൾ എൻ്റെ അമ്മയോ അച്ഛനോ ഇത് കേട്ടോണ്ടോ എന്ന് ആദ്യം പറയുന്ന ഡയലോഗ് എന്താണെന്ന് അറിയാമോ? നീയൊക്കെ എല്ലാം തികഞ്ഞ് തന്നെ ഇരിക്കുന്നത് എന്ന് പറയും. നീയൊക്കെ എല്ലാം തികഞ്ഞ് തന്നെ ഇരിക്കുന്നത് എന്ന് പറയും. അവർ വളരെ ഗ്രാമീണരുണ്ട്, അങ്ങനെ സംസാരിക്കും. ആ ബോധം ആദ്യമേ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴും പിന്നെ നമ്മൾ ആരെയും കളിയാക്കില്ല. വീട്ടിലത് വില പോകില്ലെന്ന് കണ്ടാൽ പിന്നെ അത് ചെയ്യൂല, അല്ലേ? ക്ലാസ്സിലായാലും അങ്ങനെ തന്നെയാണ്. ഒരു കുട്ടിയെ വേറൊരു കുട്ടി കളിയാക്കുമ്പോൾ അധ്യാപിക പ്രോത്സാഹിപ്പിക്കുമോ? ഇല്ല. തിരിച്ചതുപോലെ നിങ്ങളെ കൊച്ചുപിള്ളേരെ കൊണ്ട് അത്രയും വരില്ല. ഞാൻ കോളേജിൽ പഠിപ്പിച്ചിട്ടാണ് ഹൈസ്കൂളിൽ വന്നത്. കോളേജിലെ കാര്യങ്ങളും കളിയാക്കി അവൻ്റെ ചങ്ക് ഇപ്പുറത്ത് പോകുന്ന രീതിയിലൊരു കാര്യം തിരിച്ചവനെ പറയും. അപ്പോൾ അവൻ വിചാരിക്കും സാറത് സ്വീകരിക്കില്ല, അതുകൊണ്ട് ഇവിടെ നിർത്താം എന്ന് വിചാരിക്കും. നിങ്ങൾ പിന്നെ കൊച്ചുപിള്ളേരെ കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അതങ്ങ് കളയും. അപ്പോഴത്തേക്കേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാ വേദനകളും അങ്ങനെയാണ്, അല്ലേ? പക്ഷേ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടാലുണ്ടല്ലോ മായുകയേയില്ല. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കണക്കൊന്നും പഠിക്കില്ലായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും കണക്ക് കൂട്ടാൻ നേരെ അറിഞ്ഞൂടാ. സ്കൂളിൽ അറ്റൻഡൻസ് രജിസ്റ്റർ എഴുതുമ്പോൾ എപ്പോഴും എനിക്ക് തെറ്റിപ്പോവും. കൂട്ടി എഴുതി വരുമ്പോൾ തെറ്റിപ്പോവും. അവസാനം എൻ്റെ ഹെച്ചം പറയും നിങ്ങളൊന്നും ചെയ്യണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറയും. കണക്ക് കുറഞ്ഞുകൂടാ എന്ന് പറയും. അപ്പോൾ കൊച്ചിലെ ഒന്നും പഠിക്കില്ല കണക്ക്. പക്ഷെ മറ്റു വിഷയങ്ങൾ എനിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ ഒരു അധ്യാപിക പറഞ്ഞിട്ടുണ്ട്, ഇവൻ 10ാം ക്ലാസ് ജയിക്കില്ല.
യവൻ 10ാം ക്ലാസ് ഒന്നും ജയിക്കില്ല. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഈ പൊതുപരിപാടിയിലൊക്കെ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ആ അധ്യാപിക സദസ്സിലുണ്ടപ്പോൾ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സങ്കോചം ഉണ്ടാവാറുണ്ട്. എന്തെന്നറിയാമോ? അവർ ജമ്മത്ത് വിചാരിച്ചില്ല നമ്മൾ ഏതെങ്കിലും ഒരു കുട്ടിയെ അങ്ങനെ പ്രത്യേകിച്ച് പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞാൽ ഈശ്വരൻ ആ കുട്ടിയെ തന്നെ എന്തെങ്കിലും ഒരു സ്കില്ല് കൊടുത്ത് നമ്മുടെ മുമ്പേ കൊണ്ട് നിർത്തി തരും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ കൂട്ടുകാരെയും അങ്ങനെ പറയരുത്. ഇനി കുഞ്ഞുങ്ങൾ നമ്മളെ തിരുത്തും, അധ്യാപകരെ. എൻ്റെ പിള്ളേർ എന്നെ വഴക്ക് പറയാറുണ്ട്. എൻ്റെ കുട്ടികളെ, എൻ്റെ സ്കൂളിലെ കുട്ടികൾ എന്നെ വഴക്ക് പറയാറുണ്ട്. ഇന്നാളൊരു കുട്ടി വിളിച്ചേർത്തി 10 വഴക്ക് എന്നെ. സാറേ, സാറിൻ്റെ വലത് കാലിൽ നഖം കണ്ട? ഞാൻ നോക്കിയോ, ശരിയാണ്, നഖമൊക്കെ വെട്ടിയിട്ട് വേണം വരാൻ. ഞാൻ പറയട്ടെ, മറന്നുപോയട്ടെ, ഇനി ആവർത്തിക്കില്ല എന്ന് പറയും. അല്ലെങ്കിൽ നോക്കിയോ, കത്രയുണ്ട്, ഞാൻ വെട്ടു. ആ കുഞ്ഞുങ്ങൾ നമ്മളെ തിരുത്തും. ഒരിക്കൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ, ഞാൻ അവിടെ അധ്യാപകനായിട്ട് പോയതല്ല, അല്ലാതെ ക്ലാസ് എടുത്താണ്. അഭിരാമി എന്നൊരു കുട്ടി. ഞാൻ ചോദിച്ചു, വീട്ടിൽ മരമൊക്കെ ഉണ്ടോ? മരങ്ങളൊക്കെ ഉണ്ട്, വാഴയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. വാഴക്കൊല്ലയൊക്കെ വെട്ടി വെച്ചൊക്കെയാണെന്ന്. അപ്പോൾ ശരി, പഴമൊക്കെ പഴുത്തോ എന്ന് ചോദിച്ചു. അപ്പോൾ അഭിരാമി പറഞ്ഞ മറുപടിയാണ്, പഴം പഴുക്കൂല, പഴം പുഴുക്കേ ഉള്ളൂ, കായാണ് പഴുക്കണേന്ന്. ഞാൻ അഭിരാമിയെ തൊഴുതു. ഞാൻ പറഞ്ഞു, ഇനി ഞാൻ തെറ്റ് ആവർത്തിക്കില്ല, ക്ഷമിക്കുമെന്ന് പറഞ്ഞു. കാരണം കായാണ് പഴുക്കണത്, അതല്ലേ? ആണെൻ്റെ പ്രത്യേകത. ഇത് നമ്മൾ പോലും ചിന്തിക്കാത്ത തരത്തിൽ കുഞ്ഞുങ്ങൾ ചിന്തിക്കുന്നതാണ്. നേരത്തെ ഇതാണ് പറഞ്ഞല്ലോ, മേത്തൂറ്റി തോമസ് MLA കാര്യം പറഞ്ഞല്ലോ, ആ കുഞ്ഞത് ശ്രദ്ധിച്ചു എന്നുള്ളത്. പിള്ളേർക്ക് ഇപ്പോൾ ഇതെല്ലാം അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള അറിവുകളും കൊണ്ടാണ് ജനിക്കുന്നത്. നിങ്ങളുടെ അപ്പനും അമ്മൂമ്മയ്ക്കൊന്നും വാട്സാപ്പ് ഉപയോഗിക്കാൻ അറിഞ്ഞൂടായിരുന്നു. ഈ സാറിനൊക്കെ 80 വയസ്സായി, അല്ലേ സാറേ? 80 വയസ്സായി. സാറിൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് സാറ് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ മൊബൈൽ എന്നൊരു സാധനം കണ്ടുപിടിക്കുമോ? ഇല്ല. അന്ന് നെരിച്ച കത്തെഴുത്താണ്. ജോലി കിട്ടി ദൂരെ പോകുമ്പോൾ, അമ്മ ഞാൻ ഇവിടുന്ന് ഓരോ ആഴ്ച 2 കത്തെഴുതും. ബുധനാഴ്ച ഒന്ന്, വെള്ളിയാഴ്ച ഒന്ന്. വല്ലപ്പോഴും ഒരിക്കലാണ് വരുന്നത്. ഇവരുടെയൊക്കെ കുട്ടിക്കാലത്ത്, ഇവരുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടുന്ന് വണ്ടി കയറി തലശ്ശേരി പോകുമ്പോഴേക്കും ഷേവ് ചെയ്തിട്ട് പോയി താടി വളർന്നിരിക്കും. കാരണം ട്രെയിൻ നിർത്തിയേ പോവുള്ളൂ, ഒരു നേരം അവിടെ എത്തുമ്പോൾ. ഇപ്പോൾ അങ്ങനെയല്ല, വന്ദേ ഭാരത് കയറി ഇരുന്നാൽ നമ്മളൊന്ന് ശ്വാസം വിട്ട് മുമ്പ് കോഴിക്കോട് എത്തും. ഞാൻ വല്ലപ്പോഴും ചെങ്ങന്നൂർ പറഞ്ഞത് വന്ദേ ഭാരതിലാണ്. തിരുവനന്തപുരത്ത് കയറി മൊബൈലിൽ 2 വാട്സാപ്പ് മെസ്സേജ് നോക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് സ്റ്റേഷൻ കൊല്ലം എന്ന് പറഞ്ഞ് കാണിക്കും. പിറ്റേ ദിവസം പെട്ടെന്ന് ഇഞ്ഞു പോരും ചെങ്ങന്നൂർ. 7 മണിയാകുമ്പോൾ ചെങ്ങന്നൂർ എത്തും. 7:30 ആകുമ്പോഴത്തേക്കും ഞാൻ സ്കൂളിലെത്തും. അത്ര വേഗതയിലാണ്. എന്നാൽ ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നില്ല. അവരെക്കാളുമൊക്കെ അവരുടെ പ്രായത്തിൽ എത്രയോ മുകളിലാണ് നിങ്ങൾ അറിവിൽ, അല്ലേ? അതെങ്ങനെ ഉണ്ടായത്? നമ്മുടെ സ്ഥിര പരിശ്രമം കൊണ്ടാണ്, അല്ലേ? ആമയ മുയലും കൂടെ ഓടിയ കഥ നിങ്ങളെല്ലാം കേട്ടിട്ടില്ലേ, അല്ലേ? എന്താ കാരണം? എന്താ ആമ ജയിക്കാൻ കാരണം എന്നറിയാമോ? മുയൽ കിടന്ന് ഉറങ്ങിപ്പോയി. എന്താ മുയൽ ഉറങ്ങാൻ കാരണം എന്താണെന്നറിയാമോ? ബുദ്ധിയില്ലാത്തോണ്ടല്ല. ബുദ്ധിയില്ലാത്തോണ്ടല്ല. മുയലിന്റെ ശരീരത്തിലെ രക്തം തണുത്ത രക്തമാണ്. കോൾഡ് ബ്ലഡിലുള്ള ജീവിയാണ് മുയൽ. മുയലിന് 20 മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ 20 മിനിറ്റ് ഇരുന്നാലേ ഓടാൻ പറ്റുള്ളൂ. ആമ അങ്ങനെയല്ല. ആമ പടക്ക് നടന്നങ്ങ് പോകും. ചില അമ്മച്ചിമാർ ചന്തയിൽ പോകും പോലെ അങ്ങ് പോവും, അല്ലേ? ഈ കഥ ശരിയാണോ എന്നറിയാൻ വേണ്ടി അമേരിക്കയിൽ ഒരു ചാനല് ഇതിന്റെ 2ന്റെയും കൂടെ ഓട്ട മത്സരം നടത്തിയപ്പോൾ അതുപോലെ തന്നെ മുയൽ 20 മിനിറ്റ് സ്പീഡിൽ ഓടുന്നു, ചാരി ഇരുന്ന് ഉറങ്ങുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളൊക്കെ ജോലിക്ക് വരൂലേ, കുറച്ചു നേരം ജോലി ചെയ്യും, വീണ്ടും കിടന്നുറങ്ങും, വീണ്ടും ജോലി ചെയ്യും, വീണ്ടും കിടന്നുറങ്ങും. അതുപോലെ മുയൽ എന്ത് ചെയ്യുന്നറിയാം? അവർക്ക് തണുത്ത രക്തമൊന്നും ഉണ്ടായിട്ടല്ല, ചുമ്മാ രസത്തിൽ ചെയ്യുന്നതാണ്. മുയൽ ഓടുന്നു, ഉറങ്ങുന്നു, വീണ്ടും 20 മിനിറ്റ് ഓടുന്നു, ഉറങ്ങുന്നു. 500 മീറ്റർ ഓട്ട മത്സരം വെച്ചു മുയൽ 450 മീറ്റർ ആയപ്പോഴേക്കും ആമ ലക്ഷ്യം കണ്ടു. അതിന്റെ പ്രത്യേകത എന്തിനാ ഇത് കൊച്ചു ക്ലാസ്സിൽ പഠിക്കാൻ വയ്ക്കുന്നത്? 4ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ എന്തിനാ ഇത് പഠിക്കാൻ വയ്ക്കുന്നതെന്ന് അറിയാമോ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സാവധാനമുള്ള പഠനമായാൽ പോലും, പരിശ്രമമായാൽ പോലും അത് നിത്യേന ചെയ്തുകൊണ്ടിരുന്നാൽ വിജയിക്കും എന്നുള്ളത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് കൊച്ചു ക്ലാസ്സിൽ അല്ലെങ്കിൽ MA ക്ലാസ്സിൽ വെച്ചാൽ മതിയായിരുന്നല്ലോ. അവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ല. കൊച്ചു ക്ലാസ്സിൽ പഠിക്കാൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. സ്ഥിര പരിശ്രമം. അല്ലാതെ രാവിലെ എഴുതിച്ച് 2 ദിവസം പഠിച്ചു പിന്നെ പഠിക്കുന്നില്ല, അതല്ല.
എല്ലാ കലയും സ്ഥിരമായി അഭ്യസിച്ചാലേ നടക്കുള്ളൂ. എല്ലാ കലയും അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത്തരത്തിൽ നല്ല പരിശ്രമം ചെയ്യാനും നിങ്ങളുടെ വിദ്യാലയ ജീവിതത്തെ അവിസ്മരണീയമാക്കി മാറ്റാനും സാധിക്കട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇനിയേ നിങ്ങൾക്ക് എനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അതുകൂടി വേണമല്ലോ ഇടയ്ക്ക്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുമോ? അങ്ങനെ കൊണ്ട് ആവാമല്ലോ. ഒരു 5-10 മിനിറ്റ് അത് കഴിയുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. ചോദിക്കാനുണ്ടോ? ആരാ ചോദിക്കുന്ന? ആദ്യം ചോദിക്കുന്നയാൾ. സെമിനാരി സ്കൂളിലെ പിള്ളേരെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. അവർക്ക് ഒരു മടിയുമില്ല ഈ ചോദ്യം ചോദിക്കാനൊന്നും. ചോദ്യം ചോദിക്കുന്ന കുട്ടികളാണ് ഏറ്റവും നല്ല കുട്ടികൾ. എന്ത് ചോദ്യം ചോദിക്കാം കേട്ടോ. അറിയാന്നുള്ളതൊക്കെ ഇറങ്ങി പറഞ്ഞുതരാം, അല്ലെങ്കിൽ ചോദിച്ചു പറഞ്ഞുതരാം. ആരാ ചോദിക്കുന്നത് ആദ്യം? ഓരോ ജീവികൾക്കും പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് കുമാരനാശന്റെ കവിതയെ പറയില്ലേ, പിച്ച് നടന്ന് കളിപ്പൂ നീ ഈ പിച്ചകമുണ്ടോ നടപ്പൂ എന്ന് ചോദിക്കുന്നുണ്ട്. പിച്ചിപ്പൂവിന് നടക്കാൻ പറ്റൂല, നിനക്ക് നടക്കാൻ പറ്റും. അതുപോലെ ഓരോ പ്രത്യേകതയാണ്. ചില ജീവികൾക്ക് തണുത്ത രക്തമായിരിക്കും ഉള്ളത്, ചില ജീവികൾക്ക് ഉഷ്ണരക്തമായിരിക്കും ഉള്ളത്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ജീവിക്ക് ഉഷ്ണരക്തമുണ്ട്. ആർക്കെന്നറിയാമോ? അണ്ണാന്. ഈ ചിൽ 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 എന്ന് പറഞ്ഞ് ചില്ലറ പൈസ കിളിക്കും പോലെ കിളിക്കി പോകുന്നുണ്ടല്ലേ, അണ്ണാന് ഉഷ്ണരക്തമാണ്. അതുകൊണ്ടാണ് പേവിഷം അണ്ണാനെ പെട്ടെന്ന് ബാധിക്കും, അത്രയും മുയലിനെ ബാധിക്കില്ല. ഇതാണ് കാരണം. തണുത്ത രക്തമുള്ള ജീവികൾക്ക് കുറെ ദൂരെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ക്ഷീണം ഉണ്ടാവും, അവര് ഉറങ്ങിപ്പോവും, അല്ലെങ്കിൽ അവർ നിശ്ചലരായി പോകും. പിന്നെ ശ്വാസം എടുത്ത് ലങ്സിന്റെ പ്രശ്നമൊക്കെ വരും, പിന്നെ ശ്വാസം എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ കേട്ടോ. അടുത്ത ആര് ചോദിക്കുന്നത്? കവിത പാടണം. ശരി, നമ്മൾ ഒരുമിച്ച് പാടും. ഞാൻ നിങ്ങളെ സ്കൂളിൽ വന്നപ്പോൾ ഏതെങ്കിലും പാട്ട് പാടിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏത്? ഒരെണ്ണം പറ. ഒരെണ്ണം പറ. ഓർമ്മയില്ല? ഞാനും മറന്നുപോയി. അപ്പൊ അതല്ലാത്ത ഒരെണ്ണം പാടാൻ വേണ്ടിയിട്ടാണ്. ശരി, പാടട്ടെ. തിരിച്ചു പാടുവോ? പത്തായത്തിലിറങ്ങി ഒരു തിരി നെല്ലെടുക്കന്റെ മോളെ. ഉറക്കെ. പത്തായത്തിലിറങ്ങി ഒരു തിരി നെല്ലെടുക്കന്റെ മോളെ. ഇതെന്തൊക്കെയാണെന്ന് വീട്ടിൽ പോയി ചോദിക്കണേ. ഉറക്കെ പാടും. ഉറക്കെ വേണമെന്നുള്ളൊരു ഉറക്കെ പാടും. വേണമെന്ന് പറഞ്ഞവരെല്ലാം. അല്ലെങ്കിൽ മൈക്ക് ഞാൻ ഇപ്പൊ അങ്ങോട്ട് തരും കേട്ടോ. പത്തായത്തിലിറങ്ങി ഒരു തിരി നെല്ലെടുക്കന്റെ മോളെ. പത്തായത്തിലിറങ്ങി ഒരു തിരി നെല്ലെടുക്കന്റെ മോളെ. കൈയടിച്ച് പാട, കൈയടിച്ച്. 1 2 1 2. പത്തായത്തിലിറങ്ങി ഒരു തിരി നെല്ലെടുക്കന്റെ മോളെ. എനിക്ക് വയ്യമ്മോ എലി എന്നെ കടിച്ചു തിന്നുമമ്മോ. എനിക്ക് വയ്യമ്മോ എലി എന്നെ കടിച്ചു തിന്നുമമ്മോ. ഉരക്കളത്തില നെല്ലിനെ ഇട്ടൊന്നിടിച്ചുതാ മോളെ. ഉരക്കളത്തില നെല്ലിനെ ഇട്ടൊന്നിടിച്ചുതാ മോളെ. എനിക്ക് വയ്യമ്മോ ചെറുക്കന്മാർ ഒളിഞ്ഞു നോക്കുമമ്മോ. എനിക്ക് വയ്യമ്മോ ചെറുക്കന്മാർ ഒളിഞ്ഞു നോക്കുമമ്മോ. ഉറക്കെ കൈയടിക്കണേ. ഈ ബാക്കിലിരിക്കുന്നവരെയും കൈയടിക്കാം. കൈയടിച്ചാൽ ഗുണമെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ വരില്ല, അല്ലെങ്കിൽ ആ കാലത്തെ കൊളസ്ട്രോൾ ഒന്ന് നേരത്തേക്ക് തിരിക്കാം. അരി കഴുകിയിട്ട് അടുപ്പത്തിട്ടൊന്നു വാർക്കടി മോളെ. അരി കഴുകിയിട്ട് അടുപ്പത്തിട്ടൊന്നു വാർക്കടി മോളെ.
എനിക്ക് വയ്യമ്മോ എനിക്ക് വയ്യമ്മോ അടുപ്പന്നെ തുറച്ചു നോക്കുമമ്മോ. എനിക്ക് വയ്യമ്മോ എനിക്ക് വയ്യമ്മോ അടുപ്പന്നെ തുറച്ചു നോക്കുമമ്മോ. ഇല മുറിച്ചെടി വിളമ്പി വച്ചടി ഉണ്ണാൻ വാ മോളെ. ഇല മുറിച്ചെടി വിളമ്പി വച്ചടി ഉണ്ണാൻ വാ മോളെ. അപ്പൊ എന്തു പറയും? വേണ്ടെന്ന് പറയോ? എന്തൊരു രുചിയമ്മോ ഇതെന്തൊരു രുചിയമ്മോ ഇത്തിരി കൂടി വിളമ്പമ്മോ ഇത്തിരി കൂടി വിളമ്പമ്മോ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടുണ്ട്. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്. അറിഞ്ഞൂടെ? അറിഞ്ഞൂടാ? കൃത്യമായിട്ട് നാക്കോടിക്കാൻ കറക്റ്റാ പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ വിവരമുള്ള ഡോക്ടർമാർ പറഞ്ഞാൽ നാക്ക് ഓടിക്കില്ലെന്നാണ്. അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? രസമുകുളങ്ങളെല്ലാം പോകും പോലും, അതുകൊണ്ട് നാക്ക് ഓടിക്കില്ലെന്ന്. ഇതും കേട്ടോണ്ട് ഞാൻ 2 ദിവസം നാക്ക് ഓടിക്കായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞ് പോടാ വൃത്തി കേട്ടവനെ പോയി നാക്ക് ഓടിച്ച് പല്ലി അയച്ചോണ്ട് പോടാന്ന് പറഞ്ഞു. എൻ്റെ അനിയൻ കൊച്ചായിരുന്നപ്പോഴേ രാവിലെ കാപ്പ് ഓടിക്കാൻ വന്നിരുന്നേ. ഇഡലി സാമ്പാറൊക്കെ എടുത്ത് വെച്ചു. അപ്പൊ അമ്മ നീ പല്ലി അയച്ചാ? മൂന്നി പഠിക്കുമ്പോ പോയി പല്ലി അയച്ചിട്ടോടാന്ന് പറഞ്ഞു. അവൻ ഭയങ്കര ഭാഷാ പണ്ഡിതനാ. അവൻ ചെന്നിട്ട് ഉമിക്കരിയിട്ട് പല്ലി അയച്ച് വാ കഴിവാതെ വന്നു. പല്ലി അയച്ചോണ്ടല്ലേ പറഞ്ഞു. അവൻ പല്ല് മാത്രം തേച്ചിട്ട് വന്നിരുന്നു. അപ്പൊ അമ്മ തിരിച്ചു ഓടിച്ചു വിട്ടു, പോടാ. അപ്പം അവൻ പറയണം, 3 ഇഡലി കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണമെന്ന്. 3 ഇഡലിയും സാമ്പാറും കിട്ടാൻ വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യണം. അപ്പൊ വെച്ചാൽ നമ്മുടെ ശീലങ്ങൾ, ചെറുപ്പത്തിലേയുള്ള ശീലങ്ങൾ നമ്മളെ എല്ലാ കാലത്തും ബാധിക്കും, അല്ലേ? അപ്പൊ ഉറക്കെ പാടാമോ? കൈയടിച്ച് പാടണം സ്പീഡിൽ. ഞാൻ പാടുന്നതിന്റെ താളത്തിൽ കൈയടിക്കണം. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്. പരുമല ജംഗ്ഷനിൽ പുളിയടിച്ചിട്ട് പോലെ കൈയടിക്കാനല്ല പറഞ്ഞു. പതുക്കെ. ഈ പുളി അടിച്ചിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുടംപുളി അധികം ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരുപക്ഷെ നല്ല ധാരണ കുട്ടികൾക്കുണ്ടാവില്ല. വാളംപുളി പണ്ട് തിരുവനന്തപുരത്തൊക്കെ റോഡ് സൈഡിലൊക്കെ പുളി ഇങ്ങനെ ചാഞ്ഞ് നിൽക്കും. അപ്പോൾ ഈ വാളംപുളി അടിച്ചിടും, അതിനൊരു സൗണ്ട് കേൾക്കും, പടപടപടപടാന്ന്. വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്. 60 തെങ്ങിലും 60 പൊത്തുണ്ട്. 60 പൊത്തിലും 60 കിളിയുണ്ട്. 60 കിളികൾക്ക് 60 കുഞ്ഞുണ്ട്. 60 കുഞ്ഞിനും 60 കൊക്കുണ്ട്. 60 കൊക്കിലും 60 എന്തുണ്ട്? 60 കൊക്കിലും 60 എന്തുണ്ട്? എന്തുണ്ട്? തീറ്റയുണ്ടെന്ന് എപ്പോഴും തിന്നണ കാര്യം 12:15 മണിയായോണ്ടായിരിക്കും. 60 കൊക്കിലും 60 എന്തുണ്ട്? തേങ്ങ. എന്താന്ന് കേട്ടില്ല? ആരെങ്കിലും ഒരാൾ പറ. പുളിയോ? വടക്കൻ കേരളത്തിൽ ഒരു കുട്ടിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? 60 കൊക്കിലും 60 പാട്ടുണ്ട് എന്നാണ്. എന്ത് രസമായ മറുപടി എന്ന് ആലോചിച്ച് നോക്കൂ, അല്ലേ? ഓരോ കിളിക്കും ഓരോ ശബ്ദമാണ്, ഓരോ പാട്ടാണ്. ഇടയ്ക്ക് നിങ്ങൾ കണ്ടില്ലേ, ഒരു ടീച്ചർ പുറകെ തിരിഞ്ഞു നിന്നിട്ട് ഒരു കുട്ടി ശബ്ദം ഉണ്ടാക്കിയിട്ട് ആരാന്ന് ചോദിക്കുമ്പോൾ കുട്ടിയുടെ പേര് പറയുന്നത് കണ്ടില്ലേ? അങ്ങനെയാണ് ടീച്ചർമാർക്ക് അത് അറിയാൻ പറ്റും. നിങ്ങളുടെ ശബ്ദം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയാൻ പറ്റും. അവരുടെ കണ്ണ് മൂടിയിരുന്നാലും അവർക്ക് അറിയാൻ പറ്റും, അല്ലേ? അപ്പൊ 60 കൊക്കിനും 60 പാട്ടുണ്ട്. ആ പാട്ടാണ്, ആ വ്യത്യസ്തതയുടെ പാട്ടാണ് ഏറ്റവും വലിയ സംഗീതം, അല്ലേ? അപ്പൊ നിവർന്നിരിക്കൂ. ഇരുന്നോ? നിവർന്നിരിക്കടാ. ശ്വാസം മുകളിലോട്ട് വലി, ശ്വാസം മുകളിലോട്ട് വലി. അങ്ങനെ വലിക്കുക. നാളത്തേക്കും കൂടെ വേണ്ടേ? അത്യാവശ്യത്തിന് വലിച്ചാൽ മതി. ഉറക്കെ പാടട്ടെ. വടകര വളവിൽ 60 തെങ്ങുണ്ട്. 60 തെങ്ങിലും 60 പോത്തുണ്ട്. 60 പോത്തിലും 60 കിളിയുണ്ട്. 60 കിളികൾക്ക് 60 കുഞ്ഞുണ്ട്. 60 കുഞ്ഞിന് 60 കൊക്കുണ്ട്. 60 കൊക്കിലും 60 പാട്ടുണ്ട്. 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 കൊള്ളാമോ? അപ്പൊ ഇങ്ങനെ
ഇങ്ങനെ ഭാഷയെ ഭാവനയാക്കുന്ന കലയാണ് വിദ്യാഭ്യാസം. അതേപോലൊരു കലയാണ് അധ്യാപനവും. നിങ്ങളെ 1 മണിക്കൂർ പഠിപ്പിക്കാൻ 2 മണിക്കൂർ പഠിച്ചിട്ട് വരുന്ന അധ്യാപകരെ നിങ്ങൾ മാനിക്കുക തന്നെ വേണം, അല്ലേ? അധ്യാപകന്റെ അനുഗ്രഹമുണ്ട് എങ്കിൽ നമ്മളെല്ലാ കാലത്തും രക്ഷപ്പെടും. സത്യം പറഞ്ഞാൽ ഞാനൊന്നും അധ്യാപകനാവുമെന്ന് ഞാൻ കുടിച്ച വെള്ളത്തിൽ വിചാരിച്ചതല്ല. ഞാൻ ക്ലാസ്സിലിരുന്ന് കാണിച്ചിട്ടുള്ള വേലകളെന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പോൾ എന്നോട് എന്നെ ചീത്ത പറയാൻ തോന്നും. ആ രീതിയിലാണ്. പക്ഷേ അന്ന് എൻ്റെ അധ്യാപികയായ ഗ്രേസി ഭായ് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, എടാ നീയൊക്കെ സാറന്മാരാവുമ്പോൾ നിനക്കൊക്കെ ഇത് മനസ്സിലാവും. അപ്പോഴും ഞാൻ വിചാരിച്ചു കണക്കിന് 3, ഇംഗ്ലീഷിന് 12, സാറാവാൻ തന്നെ പോകണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് കാലം അതിൻ്റെ കടുത്ത നീതി നടപ്പാക്കുക തന്നെ ചെയ്തു. ഞാനും സാറായി. എവിടെ UGC ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കോളേജിലെ സാറേ ആവുള്ളൂ, അപ്പോൾ എനിക്ക് വലുതായിട്ട് വിളിക്കേണ്ടി വരില്ല എന്ന് ഇറക്കി വിടാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു പിള്ളേരെ. പക്ഷേ ദൈവം കൃത്യമായിട്ട് എന്നെ എവിടെ കൊണ്ടുവന്നു? ഹൈസ്കൂളിനകത്ത് തന്നെ കൊണ്ടുവന്ന് ഇട്ടു. കാരണം ഇത് ഞാൻ അനുഭവിക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതൊക്കെ കഴിച്ചിട്ടൊരു പരിവാകുമ്പോഴത്തേക്കും കോളേജിലേക്ക് വിടുമായിരിക്കും ചിലപ്പോൾ. അത് പോട്ടെ. അത്തരത്തിൽ നമ്മളെ ജീവിതത്തിൽ ഒരു പാട്ട്, വാ ഏത് പാട്ട്? നീ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും, കാരണം നമ്മൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ്. വീട്ടിലുണ്ടൊരു തത്താവടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. തത്തമ്മയ്ക്കൊരു തുന്നിയുടുപ്പ് കൊത്തിയമ്മ, കൊത്തിക്കേറി മരത്തിക്കേറി. വീട്ടിലുണ്ടൊരു തട്ടാവടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. തത്തമ്മയ്ക്ക് അമ്മ തുന്നിയ ഒരു സാരി, തത്തമ്മയിട്ട് നല്ലൊരു സാരി. വീട്ടിലുണ്ടൊരു തത്താവടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. വീട്ടിലുണ്ടൊരു തട്ടാവടി തത്തമ്മ, പാട്ടുപാടി പാല് കുടിക്കും തത്തമ്മ. നിന്റെ പേരെന്തോന്നു? അമാന. അമാനോ മാന്യതോ മാന ലോകസ്വാമിൻ ലോകസ്വാമി ജനേശ്വര എന്നാണ് വിഷ്ണു സഹസ്രനാമത്തിലെ മന്ത്രം, അല്ലേ അടി? പോയിട്ടോ. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ കണ്ണുകൾ അനുഗ്രഹിക്കുന്ന നക്ഷത്രങ്ങളാണ് എന്നാണ് KP അപ്പൻ എന്ന എഴുത്തുകാരൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും വയസ്സാവാത്തത്. നിങ്ങളെയൊക്കെ സാറന്മാർക്ക് പലരും കിലോ കണക്കിന് പ്രായമുള്ളതാണ്. ഇവിടെ അതാടൊക്കെ എഴുതില്ലേ, ഇപ്പോഴും പരുമലയിലെ മമ്മൂട്ടിയാണെന്നാണ് വിചാരം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നതെന്നറിയാമോ? ഫ്രിഡ്ജിൽ വെച്ച മുല്ലപ്പൂ പോലെ ഇരിക്കുകയാണ് ഇപ്പോഴും. എന്താ കാര്യം എന്നറിയോ? പിള്ളേരെ പഠിപ്പിക്കണോണ്ടാണ്. വല്ല ബാങ്ക് മാനേജരായിരുന്നെങ്കിൽ എന്നേ നരച്ചനെ. എൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. 2-3 പ്രാവശ്യമായിട്ട് 39 വയസ്സായി. 2-3 പ്രാവശ്യമായിട്ട് 39 വയസ്സായി. ഇപ്പോഴും വലിയ തിരക്കേടൊന്നും ഇല്ലാതിരിക്കുന്ന ഈ പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടാ. ആണ് ഏറ്റവും വലിയ ഗുണം. നിങ്ങളുടെ കണ്ണുകൾ ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആ വിശുദ്ധിയിലാണ് ഞങ്ങളുടെയൊക്കെ നിലനിൽപ്പ്. നിങ്ങളാണ് നിങ്ങളെ സാറന്മാരുടെ അന്നദാതാക്കളായ പൊന്നു തിരുമേനിമാർ, അല്ലേ? കാരണം ഇത് റെക്കോർഡ് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള ബോധം എനിക്കുണ്ടായാൽ എൻ്റെ വർത്തമാനം വളരെ ഔപചാരികമായി പോകും. അങ്ങനെ ആകാതിരിക്കാനാണ് ഇങ്ങനെ 2 സംഭവങ്ങൾ ഇവിടെ നിൽക്കുന്നുള്ളതൊരു വിചാരമേ ഞാൻ കാണിക്കാത്തത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഈ ജനിച്ച നാട് വിട്ട് അകലെ ആസാമിൽ പണിക്ക് പോകുന്ന പരീക്ഷകൾ ഞങ്ങൾ ഇന്ന് വൈലോപ്പള്ളി എഴുതിയ പോലെ ജന്മനാട്ടിൽ നിന്ന് വളരെ ദൂരെയാണ് എനിക്ക് ആദ്യം ജോലി കിട്ടിയത്. കോതമംഗലത്തും ഇതുപോലുള്ള ഒരുപാട് ഭാഗ്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാർബേസിൽ സ്കൂളിലെയും കോതമംഗലം ചെറിയ പള്ളിയിലെയും അതുപോലുള്ള മറ്റ് പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാനും അവിടുത്തെ വിവിധ ആരാധനാലയങ്ങൾ, വിവിധ മതത്തിലെ ആരാധനാലയങ്ങളിലും വിവിധ സംഘടനകളുടെ പരിപാടിക്കും പങ്കെടുക്കാനൊക്കെയുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 4 വർഷം അവിടെ ജോലി ചെയ്തതിനു ശേഷം ഇവിടെ വന്നതിന് ശേഷവും അത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ, സുഹൃതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഈശ്വരൻ നമ്മളിലേക്ക് ഏതെങ്കിലും ഒരു തരം പ്രതിഭയെ തന്നാൽ അത് നമുക്ക് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റും. വിളക്ക് കൈവശമുള്ളവൻ എങ്ങും വിശ്വം ദീപമയം എന്നാണ്. അപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും നമ്മുടെ ഉള്ളിൽ നമ്മുടെ ബൈബിളിലെ ഭാഷയിൽ പറഞ്ഞാൽ ഈ താലന്ത് ഇരിക്കുന്നത് കൊണ്ട് അത് എല്ലായിടത്തും മാനിക്കപ്പെടും. അല്ലെങ്കിൽ പിതാവിനെ പോലെയുള്ള ഒരാൾ, എന്നെ പോലൊരാളിനെ കണ്ട് ഈ സ്നേഹിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ സ്നേഹപൂർവ്വം സംസാരിക്കേണ്ട കാര്യമില്ല.
പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഔന്നത്യമാണ്. വലിപ്പം കൂടുന്തോറും, മോഹൻലാൽ പറയുമല്ലോ, ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടും എന്ന് പറയില്ലേ, അതുപോലെ വലിപ്പം കൂടുന്തോറും, വളർച്ച വർദ്ധിക്കും തോറും നമ്മുടെ എളിമ വർദ്ധിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നിന്റെ ഔന്നത്യങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് നീ എളിമപ്പെടുക എന്ന് ബൈബിളിൽ ചുമ്മാ എഴുതി വച്ചിരിക്കുന്നതല്ല, സ്വഭാവത്തിൽ പകർത്താൻ വേണ്ടി തന്നെ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാ കുഞ്ഞുങ്ങളും നല്ല കുഞ്ഞുങ്ങളായി വളരട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ, അവസരങ്ങളെ ഭാഗ്യമായും സുഹൃതമായും പരിവർത്തിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ വിശേഷമായി ഇവിടെ ക്ഷണിച്ച ഇവിടെ നിങ്ങളുടെ പ്രിയപ്പെട്ട HM എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്, അദ്ദേഹത്തിനോടുള്ള നന്ദി ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. വിശുദ്ധ പരുമല തിരുമേനിയുടെ പാദാരവിന്ദങ്ങളിൽ എൻ്റെ സർവാക്ഷരങ്ങളും സമർപ്പിച്ച് നമസ്കരിക്കുന്നു. നന്ദി.